കാര്യങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ച്, സുഖസൗകര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് പൗലോസ് എണ്ണിയതുപോലെ സകലതും ചപ്പും ചവറുന്നും ഒക്കെ എണ്ണി കർത്താവിന് വേണ്ടി അദ്ദേഹം അവിടെ ശക്തമായി നിന്നു. അതിൻ്റെ പരിണിത ഫലമായി വലിയ സുവിശേഷീകരണം ഇന്ത്യയിൽ നടക്കുവാനായിട്ടൊക്കെ കാരണമായി മാറിയെങ്കിൽ ഈ മാർഗം ചിലത് വേണ്ട എന്ന് വെക്കുന്ന മാർഗമാണ്. കഷ്ടതയും പട്ടിണിയും ഉദ്രവവും നഗ്നതയും ഒക്കെ ഇതിനകത്തുണ്ടെന്ന് വേദപുസ്തകം ശക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ അനേക മിഷണറിമാരൊക്കെ ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ഭാരതത്തിൽ പലരും സുവിശേഷം അറിയുവാൻ കാരണമായത്. അങ്ങനെയെങ്കിൽ നമുക്കും ഒരു ദൗത്യമുണ്ട്. നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ളത്, സുവിശേഷീകരണത്തിലേക്ക് മുൻപോട്ട് കാൽച്ചുവടുകൾ എടുത്തു വെക്കുക എന്നുള്ളത്. ഇത് പാസ്റ്റർമാർക്കോ ബൈബിൾ കോളേജിൽ പഠിച്ചവർക്കോ മാത്രമുള്ള ഒരു ഉത്തരവാദിത്തമല്ല. ഓരോ ദൈവ പൈതലും അവരെ ആക്കി വച്ചിരിക്കുന്ന ദേശത്തിന്റെ കാവൽക്കാരാകയാൽ സുവിശേഷീകരണത്തിൽ നമുക്ക് മുൻപോട്ട് ഒരുമിച്ചിറങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്നു, അനേകർ തകർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ സുവിശേഷം എന്നുള്ള ഒരു വലിയ ദൗത്യം, വലിയൊരു ഭാരം നമ്മുടെ അകത്തുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണെന്ന് ഇത്തരണത്തിൽ ഈ വീഡിയോയിലൂടെ ശ്രവിക്കുന്ന ഏവരോടും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വില്യം കേറി കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചതുപോലെ, മറ്റ് കർത്തൃദാസന്മാർ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് സുവിശേഷം അറിയിച്ചതുപോലെ, നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ കർത്താവിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി സുവിശേഷം അറിയിക്കേണ്ട ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇംഗ്ലണ്ടിൽ ഈ കേരി ബാപ്റ്റിസ്റ്റ് ചർച്ചിന് മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നാൽ വില്യം കേറിയെ പോലെ മറ്റ് ശക്തന്മാരായ CT സ്റ്റഡിനെ പോലെയുള്ള അനേക ശക്തന്മാരായ കർത്തൃദാസന്മാർ എഴുന്നേറ്റ് വന്ന ഒരു രാജ്യമാണ് ഈ രാജ്യമെങ്കിലും ഇന്ന് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ജാതിക ശക്തികൾ ഇവിടെ ഉയരുന്നു. പല സഭകളും അടച്ചു പൂട്ടിയതായിട്ട് കാണുവാൻ കഴിയുന്നു. ചില ചർച്ചിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ പബ്ബായിട്ടും മറ്റ് ഭാഗങ്ങളൊക്കെ മോസ്കായിട്ടും അങ്ങനെ പല രീതിയിൽ ഉള്ള പല സുവിശേഷീകരണത്തിലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും, വളരെയധികം ജനം അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കാലത്ത് പിതാക്കന്മാർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ രാജ്യത്തും ഒരു ശക്തമായ ഉണർവുണ്ടാകണം. വെയിൽസിൽ ഉണ്ടായതുപോലെ, അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായതുപോലെ, കൊറിയയിൽ ഉണ്ടായതുപോലെ ചില CT സ്റ്റഡ്മാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. ചില വില്യം കേറിമാർ എഴുന്നേറ്റ് വരണം. കർത്താവിന് വൻ കാര്യങ്ങളെ ചെയ്യുവാനുണ്ട്. അത് മറ്റൊരാൾ ചെയ്തിട്ട് ചെയ്യുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ വീഡിയോയിലൂടെ ശ്രമിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.